ഇത് ഞാൻ എടുക്കാനിരുന്ന സാരി, എനിക്കിഷ്ടപ്പെട്ട നെക്ലസ്, വളകള്, ഇതെല്ലാം എങ്ങനെ ഇവിടെ വന്നു? മാഡം ആഗ്രഹിച്ചതൊക്കെ മാഡത്തിന് വേണ്ടി വാങ്ങിയത് ദേ അദ്ദേഹമാണ്. വലിയ കുഞ്ഞ്. സർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. കല്യാണി, മനസ്സിന് ഇഷ്ടപ്പെട്ടത് മനസ്സിലിരുന്നാൽ മാത്രം പോരാ, അത് കയ്യിൽ വരണം. അപ്പോഴാ സന്തോഷം കിട്ടുന്നത്. വലിയ കുഞ്ഞ്, ഞാൻ നിർബന്ധിച്ച് ഷോപ്പിങ്ങിന് പറഞ്ഞു വിട്ടതുകൊണ്ട് നീ പേരിന് മാത്രം പർച്ചേസ് ചെയ്തു എന്ന് വരുത്തി തീർത്തു. നീ ആഗ്രഹിച്ചതൊക്കെ വില കൂടുതൽ കാരണം പർച്ചേസ് ചെയ്ത് മാറ്റി വെക്കുന്നു കമല എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. ഇവളെ പോലൊരു പെണ്ണിനോട് പറയാൻ പാടുള്ളതാണോടി നീ ഇപ്പൊ പറഞ്ഞത്? നിന്റെ സ്വന്തം മോളാണെങ്കിൽ നീ ഇങ്ങനെ സംസാരിക്കൂ? പിന്നെ നിന്റെ ഈ പിഴച്ച നാവിൽ നിന്നും എന്റെ ആനന്ദിനെയും അരവിന്ദിനെയും ഇവളുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും ഒരു വാക്കിന് പുറത്തു വന്ന പിഴുതെറിയും ഈ നാവിനെ ഞാൻ. അതിന് ബന്ധവും സ്വന്തവും ഒന്നും നോക്കില്ല അഖിലാണ്ടേശ്വരി. ചേച്ചി, ഞാനീ പറഞ്ഞത് നിനക്കറിയാലോ ഇന്നലെ ക്ഷേത്രത്തിൽ വെച്ച് നടന്നത്. നവഗ്രഹ പൂജയ്ക്ക് ആനന്ദിനൊപ്പം ഇവളൊന്നിരുന്നത് പോലും എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പോഴാ നീ എന്റെ 2 ആൺമക്കളെയും ഇവളുമായി ചേർത്ത് ഇപ്പഴീ അസംബന്ധം പറഞ്ഞത്. നീ എന്താടി ഇത്ര തരം താന്ന് പോകുന്നത്? ഈ കുടുംബത്തിനൊരു അന്തസ്സും ആഭിജാത്യവും ഇല്ലേ? ഇവിടെ വന്നു കയറിയവളാണെങ്കിലും ഇനിയെങ്കിലും അതനുസരിച്ച് വേണം നടക്കാൻ. കഷ്ടം. ചേച്ചി പറയുന്നതൊക്കെ ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ ഒരു കാര്യമുണ്ട്. ചേച്ചി, ഒരു മിനിറ്റ്, ഒരു കാര്യമുണ്ട്. ചേച്ചി ആ കാലൊന്ന് നീട്ടിയേ. എന്താടാ? എന്താ ഇത്? എന്തിനാ നീ എന്റെ കാല് പിടിക്കണേ? ചേച്ചി ഒരു മിനിറ്റ്. ചേച്ചിക്ക് ഓർമ്മയില്ലേ അന്ന് സുജാത ചേച്ചിയുടെ കൂടെ ഒരു നൂലുകെട്ടിന് പോയപ്പോ അവിടുത്തെ മുത്തശ്ശി പറഞ്ഞത്? ഈ ദൃഷ്ടിദോഷം മാറാൻ കവളത്ത് കറുത്ത കുത്തിരുന്നതിനേക്കാൾ നല്ലത് ഉള്ളംകാലിൽ കരി തേക്കുന്നതാണെന്ന്. ദാസേ, ബന്ധുക്കളെല്ലാം എത്തിയല്ലോ അല്ലേ? വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് രാജീവ്. താങ്ക് യു സർ. താങ്ക് യു മാഡം. നിങ്ങളില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റില്ലായിരുന്നു. എല്ലാത്തിനും തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. രാജീവ്, യു ആർ ലൈക്ക് എ ഫാമിലി മെമ്പർ. രക്തബന്ധമുള്ളവർ മാത്രമല്ല ബന്ധുക്കളാവുന്നത്. സഹോദരൻ എന്ന വാക്കിന് ഒരു ഉദരത്തിൽ പിറന്നവനെന്ന് മാത്രമല്ലല്ലോ അർത്ഥം. മനസ്സിലേക്ക് നടന്നു കയറിയവൻ എന്നുകൂടി അർത്ഥമുണ്ട്. അതാ
ആനന്ദ് രാജീവിനോട് ഇത്രയും അടുപ്പം കാണിക്കുന്നത്. രാജീവിന്റെയും കല്യാണിയുടെയും വിവാഹം കഴിഞ്ഞാലുടൻ അരവിന്ദിന്റെയും നന്ദനയുടെയും വിവാഹം. അതിനുശേഷം ആനന്ദിന് പെണ്ണ് നോക്കണം. അവളാണ് തൃച്ചംബരത്തെ പാരമ്പര്യത്തിനും പ്രൗഢിക്കും മങ്ങലേൽക്കാതെ കാത്തു സൂക്ഷിക്കേണ്ടവൾ. തൃച്ചംബരത്തെ അടുത്ത അധികാരി. ബിസിനസ് എന്നും പറഞ്ഞ് ഇത്ര നാളും കൂടെ നടക്കുന്ന നിഴലിനെ പോലും തിരിഞ്ഞു നോക്കാത്ത ആളാ എന്റെ ആനന്ദ്. അതുകൊണ്ട് തന്നെ ആനന്ദിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ ആനന്ദ് തന്നെ കണ്ടെത്തട്ടെ എന്നാ ഞങ്ങളുടെ തീരുമാനം. അഖില മാഡം വിളിക്കുന്നു. എന്തു പറ്റി കല്യാണി? കരഞ്ഞതുപോലുണ്ടല്ലോ. ഏയ് കല്യാണം കഴിഞ്ഞ് എല്ലാരും വിട്ടു പോകുന്നതിന്റെ വിഷമം കൊണ്ടാ. ആ നീ പൊയ്ക്കോ, ഞാൻ വന്നോളാം. അപ്പോ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഈ നിശ്ചയവും വിവാഹവും നടന്ന 2 ജീവൻ നിനക്ക് നഷ്ടപ്പെടും. വിലാസിനിക്കൊരു കല്യാണം മുടക്കാൻ അറിയാമെങ്കിൽ കൊലപാതകം പ്ലാൻ ചെയ്യാനും അറിയാം. അതോർത്ത് നിനക്ക് എന്തു വേണോ തീരുമാനിക്കാം. വടി. നിനക്കെന്ത് തോന്നുന്നു? എന്തിനായിരിക്കും അഖിലേച്ചി എന്നെ വിളിപ്പിച്ചിട്ടുണ്ടാവുക? ഇനി ആ കമലച്ചെന്ന് എന്തേലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവോ? അത് തന്നെ കാര്യം. ആന്റി, ഇതിലെന്തോ പന്തികേട് എനിക്ക് തോന്നുന്നുണ്ടേ. ഇപ്പൊ ആ സദസ്സിലേക്ക് ഞാനും കൂടെ വന്നാലേ ശരിയാവില്ല. ആന്റിക്ക് എന്ത് തോന്നുന്നു? അതൊരു പോയിന്റാ. നീ ഒരു കാര്യം ചെയ്യ്, നേരെ എന്റെ മുറി പോയിരിക്കും. പോലീസ് വന്ന് നിശ്ചയം താറുമാറാകുന്നത് വരെ അങ്ങോട്ട് വരണ്ട. അല്ലെങ്കിൽ അഖിലേച്ചിക്ക് തോന്നും നമ്മൾ ഇത് പ്ലാൻ ചെയ്തതാന്ന്. ശരി. ഞാൻ ആന്റിയുടെ റൂമിൽ പോയി ഇരിക്കുന്നതിന് പകരെ ആ പാചകപ്പുരയിൽ പോയിരുന്ന കുഴപ്പമുണ്ടോ? ഓ നാശം! എവിടെയെന്ന് വെച്ചാ പോയി തൊലയിപ്പോ. ആ ബീന പറഞ്ഞതനുസരിച്ച് പോലീസ് വരാൻ സമയമായല്ലോ. ഇനി ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ അവസാന നിമിഷേ വരുവോളായിരിക്കും. നോക്കാം. അതിനു മുമ്പ് ഈ അഖിലാണ്ടേശ്വരി എന്തിനാ എന്നെ വിളിപ്പിച്ചിട്ടുണ്ടാവുക? ദൈവമേ, കുഴപ്പമൊന്നും വരുത്തല്ലേ.